മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം അക്ഷരങ്ങളാണ് പഠിച്ചത്? ആ, ആ, ഈ, ഊ, ഊ. ഈ അക്ഷരങ്ങൾ വെച്ച് ഒരു പദം പറയാമോ? ആ വെച്ചിട്ട് ഏത് വാക്കാ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നത്? അമ്മ. ആ വെച്ചിട്ടോ? ആന. ഈ വെച്ചിട്ട് ഇല. ഈ വെച്ചിട്ടോ? ഈച്ച. ഊ, ഉറി. ഊ, ഊഞ്ഞാൽ. ഇത്രയും പദങ്ങൾ നിങ്ങൾക്ക് എഴുതുവാനും വായിക്കുവാനും അറിയാമല്ലോ. ഇനി നമുക്ക് അക്ഷരമാലയിലെ അടുത്ത അക്ഷരം പഠിക്കാം. അടുത്ത അക്ഷരം ഏതാ? ഋ. ഋ വെച്ചിട്ടുള്ള പദം പറയാമോ? ഋഷി. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. എല്ലാവരും എന്റെ ഒപ്പം വായിക്കണം. പാഠം 9 ഋതു. ഋ വെച്ചിട്ട് വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? ഋഷി, ഋതു. ഇനി നമുക്ക് മറ്റു വ്യഞ്ജനാക്ഷരങ്ങളോടുകൂടി ചേരുമ്പോൾ അത് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. കൃഷി, കൃമി, തൃണം, മൃദു. അക്ഷരങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം, എങ്ങനെയൊക്കെ വായിക്കാം എന്നെല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒരു ജ എന്നുള്ളൊരു വ്യഞ്ജനാക്ഷരം എങ്ങനെയാണ് സ്വരചിഹ്നം ചേർത്ത് വായിക്കുന്നതെന്ന് നോക്കാം. ജ, ജാ, ജി, ജീ, ജു, ജൂ, ജൃ. ഇത്രയും നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലായല്ലോ. ഋ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഇതുപോലെ ചുരുട്ടി എഴുതി ഇങ്ങനെ താഴോട്ട് കൊടുത്ത് എഴുതുന്ന അക്ഷരമാണ് ഋ. ഋ എന്നതിന്റെ ചിഹ്നം നമുക്ക് ഇങ്ങനെ ചുരുട്ടി എഴുതാം. ഋ വെച്ചുള്ള പദങ്ങളോ? ഋ, ഷി, ഋഷി, ഋ, തു, ഋതു. ഋ എന്നുള്ള അക്ഷരം എഴുതുവാൻ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി പാഠഭാഗത്ത് നിങ്ങളോടൊരു സന്ദേശം നൽകുന്നുണ്ട്. എന്താണത്? കൃഷി മറക്കരുത്. കൃഷി ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വീട്ടിൽ ആരാ കൃഷി ചെയ്യാ? അമ്മയാണോ? അമ്മൂമ്മയാണോ? കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ സഹായിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഏതെല്ലാം കൃഷികളുണ്ട്? പച്ചക്കറികളുണ്ടോ? ഏത് പച്ചക്കറിയാണെന്ന് ഒന്ന് പറയാമോ? പയറുണ്ടോ? വെണ്ടയ, മുളക? വീട്ടിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിക്കണം. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് നമ്മൾ ചെയ്യുന്ന കൃഷിയിലൂടെ കിട്ടുന്ന ആ പച്ചക്കറികളാണ്. എല്ലാവരും കൃഷി ചെയ്യാൻ അമ്മയെ സഹായിക്കില്ലേ? സഹായിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തന്നതായ വാക്കുകളും അക്ഷരങ്ങളും നിങ്ങൾ എഴുതി പഠിക്കണം. ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാഠഭാഗത്തോടനുബന്ധിച്ചിടുന്ന യൂട്യൂബ് വീഡിയോ കാണണം. താഴെ കൊടുത്തിരിക്കുന്ന നോട്ട്സ് എഴുതിയെടുക്കുകയും പഠിക്കുകയും വേണം. ഇനി മറ്റൊരക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.